ദൈവനാമത്തിന് മഹത്വം. നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 9ാം ദിനമാണിന്ന്. നമ്മുടെ ബൈബിൾ ക്വിസ് എത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നുവെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: രൂത്തിന്റെ പുസ്തകം ആരുടെ വംശാവലിയിലേക്കാണ് നയിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഇതാണ്: ദാവീദിന്റെ വംശാവലിയിലേക്ക്. രൂത്തിന്റെ പുസ്തകം 4:22. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: രൂത്തിന്റെ പുസ്തകം 4:22. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. പല പ്രിയപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് എഴുതിയിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചോദ്യം വരുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഈ ചോദ്യം രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അല്ലായിരുന്നു. പല പ്രിയപ്പെട്ടവരും മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കി യേശുക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. ദാവീദിന്റെ വംശാവലിയിലേക്ക് എന്നുള്ളതാണ് ശരി ഉത്തരം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നവോമി രൂത്തിന് വേണ്ടി എന്താണ് ആഗ്രഹിച്ചത്? ഉത്തരം ഇതാണ്: രൂത്തിന്റെ പുസ്തകം 3:1 വിശ്രാമ സ്ഥലം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ബോവസ് രൂത്തിന്റെ ജീവിതത്തിൽ ഒരു രക്ഷകന്റെ പങ്ക് എങ്ങനെയാണ് നിറവേറ്റിയത്? നമ്മുടെ ഉത്തരം ഇതാണ്: ഇസ്രായേലിന്റെ നിയമപ്രകാരം ഒരു വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു. അതായത് മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേര് നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ നിലവും മരിച്ചവന്റെ ഭാര്യയും വാങ്ങുക എന്നൊരു പതിവ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്രകാരം എലിമേലേക്കിനുള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും രൂത്തിനെയും ബോവസ് വീണ്ടെടുത്ത് രക്ഷകനായി. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ബോവസ് രൂത്തിന് വേണ്ടി തൻ്റെ ബാല്യക്കാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്: ആദ്യമായി കൊടുത്ത നിർദ്ദേശം അവളെ തൊടരുതെന്നാണ്. രൂത്തിന്റെ പുസ്തകം 2:9. രണ്ടാമതായി കൊടുത്ത നിർദ്ദേശം അവളെ ഉപദ്രവിക്കരുതെന്ന്. രൂത്തിന്റെ പുസ്തകം 2:15. മൂന്നാമതായി കൊടുത്ത നിർദ്ദേശം അവളെ ശകാരിക്കരുത്. രൂത്തിന്റെ പുസ്തകം 2:16. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അല്പം കട്ടിയായിപ്പോയി എന്നറിയാം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: രൂത്തിന്റെ പുസ്തകത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട്? പല പ്രിയപ്പെട്ടവർക്കും പല ഉത്തരങ്ങളാണ് കിട്ടിയത്. ഏകദേശം 5 മുതൽ 16 വരെയുള്ള ഉത്തരങ്ങൾ കാണുകയുണ്ടായി. നമ്മുടെ ശരിയായ ഉത്തരം വരുന്നത് 16 ആണ്. ആദ്യത്തെ ഉത്തരം ഇതാണ്: രൂത്തിന്റെ പുസ്തകം 1:11 നാം ഇങ്ങനെ കാണുന്നു: അതിന് നവോമി പറഞ്ഞത്, എന്തിന് എന്നോടുകൂടെ പോരുന്നു? രൂത്ത് 1:11. രണ്ടാമത്തെ ചോദ്യം 1:11 തന്നെയുണ്ട്: നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? മൂന്നാമത്തെ ചോദ്യം: അവർക്ക് പ്രായമാവുകയോളം നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? 1:13. 1:13 തന്നെയാണ് നാലാമത്തെ ചോദ്യവും: നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അഞ്ചാമത്തെ ചോദ്യം: അവർ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. രൂത്ത് 1:19. ആറാമത്തെ ചോദ്യം: രൂത്ത് 1:21 സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കുക, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഏഴാമത്തെ ചോദ്യം: രൂത്ത് 2:2 എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. എട്ടാമത്തെ ചോദ്യം: രൂത്ത് 2:5 കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. ഒൻപതാമത്തെ ചോദ്യം: രൂത്ത് 2:7 ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. പത്താമത്തെ ചോദ്യം: രൂത്ത് 2:10 എന്നാറെ അവൾ സാഷ്ടാംഗം വീണ അവനോട്, ഞാൻ അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കോണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ? 11ാമത്തെ ചോദ്യം: അമ്മായിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയാണ് പെറുക്കിയത്? രൂത്ത് 2:19. 12ാമത്തെ ചോദ്യം: എവിടെയായിരുന്നു വേല ചെയ്തത്? അതും രൂത്ത് 2:19 തന്നെയാണ്. 13ാമത്തെ ചോദ്യം ഇതാണ്: മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? രൂത്ത് 3:1. 14ാമത്തെ ചോദ്യം ഇതാണ്: നീ ചേർന്നിരുന്ന ബാല്യക്കാരത്തികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? രൂത്ത് 3:2. 15ാമത്തെ ചോദ്യം ഇതാണ്: അർദ്ധരാത്രി അവൻ ഞെട്ടിത്തെറിച്ച് തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട് നീ ആരെന്ന് അവൻ ചോദിച്ചു. രൂത്ത് 3:8. 16ാമത്തെ ചോദ്യം ഇതാണ്: അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. രൂത്ത് 3:16. ഇത്രയുമാണ് നമ്മുടെ ശരിയുത്തരം. ഈ ചോദ്യത്തിന് ആരൊക്കെയാണ് ശരിയുത്തരം അയച്ചതെന്ന് നോക്കാം.
ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നയാൾ 9 ചോദ്യമാണ് 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1ാമത്തെ ചോദ്യത്തിന് ദാവീദ് എന്നും യേശുക്രിസ്തു എന്നും എഴുതിയിട്ടുണ്ട്. ഇത് 2 ഉത്തരമാണ്. ഇങ്ങനെ ആരും എഴുതരുത്. കാര്യം ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സെലക്ട് ചെയ്യത്തില്ല. ശരിയായ ഉത്തരം മാത്രം എഴുതിയാൽ മതിയാവും. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുക. നമ്മുടെ 5ാമത്തെ ഉത്തരമാണ് എല്ലാവർക്കും തെറ്റിയിരിക്കുന്നത്. 16 ചോദ്യങ്ങൾ എന്നുള്ളതാണ്. പല പ്രിയപ്പെട്ടവരും 16 ചോദ്യങ്ങളെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരുടെ റെഫറൻസ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിജയി ആരാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ 5ാമത്തെ ചോദ്യത്തിന് 16 ചോദ്യങ്ങളെന്നും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അതേ റെഫറൻസും നിങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട്. ജോലി തിരക്കിനിടയിൽ ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണുവാനായിട്ട് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്കിന്ന് ഒരു വിജയിയെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. 9ാം ദിവസമാണ് ഇന്ന്. 9ാം ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് വേഗം പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൈവം ഇസ്രായേലിനെ കൈവിടാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈവം ഇസ്രായേലിനെ കൈവിടാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ 2ാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേല്യർ ഫെലിസ്ത്യരുടെ അടുക്കൽ പോകുവാൻ ഒരു കാരണമുണ്ട്, അത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇസ്രായേല്യർ ഫെലിസ്ത്യരുടെ അടുക്കൽ പോകുവാൻ ഒരു കാരണമുണ്ട്, അത് എന്താണ്? നമ്മുടെ 3ാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൽ പറയുന്ന 2 പാറയുടെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഈ പുസ്തകത്തിൽ പറയുന്ന 2 പാറയുടെ പേര് എന്താണ്? നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്: ശൗൽ ദാവീദിനെ പേടിക്കാൻ കാരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ശൗൽ ദാവീദിനെ പേടിക്കാൻ കാരണം എന്താണ്? നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്: ആഹാരം കഴിക്കുന്ന ഇടവും ആഹാരവും ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആഹാരം കഴിക്കുന്ന ഇടവും ആഹാരവും ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ്? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരം അയക്കുക. 10 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ 10 പേരിൽ ഒരാളാകുവാൻ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക, ശരി ഉത്തരം അയക്കുക, വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.